നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. 15ാം നിയമസഭയുടെ അവസാന സമ്മേളനം ജനുവരി 20-ന് ആരംഭിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനം ജനുവരി 20-നും സംസ്ഥാന ബഡ്ജറ്റ് ജനുവരി 29-നും നടക്കും. മൊത്തം 32 ദിവസത്തെ നിയമസഭാ സമ്മേളനമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ സമ്മേളനം രാഷ്ട്രീയമായി ഏറെ നിർണായകമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനുവരി 29-ന് അവതരിപ്പിക്കാനിരിക്കുന്ന ബഡ്ജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങളും ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് വർഷത്തിന് മുന്നോടിയായുള്ള ബഡ്ജറ്റ് എന്ന നിലയിൽ ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സ്പീക്കറുടെ നിലപാട് എന്താണെന്ന് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സ്പീക്കർ എൻ ഷംസീർ വ്യക്തമായി മറുപടി നൽകി. സ്വകാര്യ പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെങ്കിൽ നിയമസഭാംഗം പരാതി നൽകണം. അത്തരം പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് നിയമസഭാംഗങ്ങളിൽ ആരെങ്കിലും നൽകണം. ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത്. സഭയുടെ അന്തസ്സിനെ ബാധിക്കില്ലേ എന്ന ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ സംഭവം നിയമസഭയുടെ അന്തസ്സിനെ ബാധിക്കുന്നില്ല എന്നും സ്പീക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടാൽ എല്ലാം മോശമാണെന്ന് പറയാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഉത്തരം. എന്ന ഉദാഹരണത്തിലൂടെ സ്പീക്കർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു സ്പീക്കർ. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. ചിലരുടെ തെറ്റുകൾ കൊണ്ട് എല്ലാവരെയും മോശമാക്കരുത്. ജനങ്ങൾ പ്രതിനിധികളിൽ നിന്ന് നല്ല പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരാമർശങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുമെന്നാണ് സൂചന നൽകിയിട്ടുണ്ടായിരുന്നത്. നിയമസഭയുടെ അവസാന സമ്മേളനവും ബഡ്ജറ്റും വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിതുറക്കും. ഈ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെക്കാൻ ബഡ്ജറ്റിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ മറ്റ് പുതിയ ക്ഷേമ പെൻഷനുകളുടെ രീതികളും പെൻഷൻ മറ്റ് എന്തൊക്കെ രീതികളിൽ നൽകാമെന്നും ആലോചന പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നതിനെ കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മുൻപ് തന്നെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.